സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനെ അട്ടിമറിച്ച സെൽറ്റ വിഗോ മറുപടിയില്ലാത്ത 2 ഗോളിന് റയലിനെ തോൽപ്പിച്ച് സെൽറ്റ. ബില്ലിയോട്ടാണ് സെൽറ്റയ്ക്കായി 2 ഗോളുകൾ നേടിയത്. ഫ്രാൻ ഗാർഷ്യയും ആൽവാരോ കരയസും റെഡ് കാർഡ് കണ്ട് പുറത്തായത് റയലിന് തിരിച്ചടിയായി. തോൽവിയോടെ ലീഗിൽ ബാഴ്സലോണയുമായിട്ടുള്ള റയലിന്റെ പോയിന്റ് വ്യത്യാസം 4 ഉയർന്നു. സൂപ്പർ താരം നെയ്മർ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകും. ബ്രസീലിയൻ ക്ലബ്ബ് സാന്റോസിനെ തരം താഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് കരകയറ്റിയ ശേഷമാണ് താരം പരിക്കിനെ കുറിച്ച് വ്യക്തമാക്കിയത്. നിർണായക മത്സരത്തിൽ പരിക്ക് വകവയ്ക്കാതെയാണ് നെയ്മർ കളിച്ചത്. ലോകകപ്പ് ടീമിൽ ഇടം നേടുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് വീണ്ടും നെയ്മർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. മത്സരശേഷം വികാരാധീനനായാണ് നെയ്മർ കളം വിട്ടത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയപടിയിൽ തിരിച്ചെത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. വോൾവ്സാണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. ലീഗിൽ 22 പോയിന്റുമായി 14ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. രാത്രി 1:30 വോൾവ്സ് തട്ടകത്തിലാണ് മത്സരം. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് നിരാശ. സെമിയിൽ ജർമ്മനിയോട് തോറ്റ് പുറത്തായി. 1-5 ഗോളിനായിരുന്നു നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയെ തോൽപ്പിച്ചത്. ഫൈനലിൽ സ്പെയിനാണ് ജർമ്മനിയുടെ എതിരാളികൾ. സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തിയ FC ഗോവ. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചാണ് കിരീടം ഗോവ നിലനിർത്തിയത്. സൂപ്പർ കപ്പിലെ 3ാമത്തെ കിരീടമാണ് ഗോവ സ്വന്തമാക്കിയത്. കിരീട നേട്ടത്തോടെ അടുത്ത AFC കപ്പിനും ഗോവ യോഗ്യത നേടി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അധ്യക്ഷനായ മുൻ ഇന്ത്യൻ താരം വെങ്കടേഷ് പ്രസാദിനെ തെരഞ്ഞെടുത്തു. KN ശാന്ത് കുമാറിനെയാണ് വെങ്കടേഷ് തോൽപ്പിച്ചത്. മുൻ ഇന്ത്യൻ താരമായ സുജിത് സോമസുന്ദർ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫലത്തിന് പിന്നാലെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് വെങ്കടേഷ് പറഞ്ഞു. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഏകദിന ടീമിലെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നവരെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരവും ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന സഞ്ജയ് ബംഗാർ. ഇരുവരുടെയും സ്ഥാനം ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുക്കുമ്പോൾ ഇരുവർക്കും ടീമിൽ ഇടം നൽകണമെന്ന് സഞ്ജയ് ആവശ്യപ്പെട്ടു. ഇരു താരങ്ങളുടെ സാന്നിധ്യം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷത്തെ മാറ്റുമെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു. ബംഗളൂരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ IPL വേദി മാറ്റാൻ സമ്മതിക്കില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കർണാടക ക്രിക്കറ്റിന്റെയും ബംഗളൂരുവിന്റെയും അഭിമാനമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. IPL മത്സരങ്ങൾ ബംഗളൂരുവിൽ തന്നെ നടത്താൻ ശ്രമിക്കുമെന്ന് DK പറഞ്ഞു. ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പുതിയ സ്റ്റേഡിയം പണിയുമെന്നും പ്രഖ്യാപനം നടത്തി കർണാടക ഉപമുഖ്യമന്ത്രി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു DK ശിവകുമാറിന്റെ പ്രതികരണം. ഏകദിന ടീമിൽ തുടരണമെങ്കിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കണമെന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിർബന്ധിച്ചിട്ടില്ലെന്ന് BCCI. വിജയ് ഹസാരെ കളിക്കുമോ എന്നത് താരങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഈ മാസം 24-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ രോഹിത്തും കോഹ്ലിയും കളിക്കുമെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. രോഹിത് മുംബൈക്കായും കോഹ്ലി ഡൽഹിക്കായുമാണ് ടൂർണമെന്റിൽ കളിക്കുക.